കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഞങ്ങളവരെ കണ്ടെത്തും, ഇല്ലാതാക്കും, അമേരിക്കക്കാരെ ആക്രമിക്കുന്നവർക്കുള്ള സന്ദേശം ഇതാണ് എന്നാണ്. അതിന് തൊട്ടു പിന്നാലെ അന്തർദേശീയ തലത്തിൽ നിന്നും വന്ന വലിയൊരു വാർത്ത: അമേരിക്കയുടെ വ്യോമാക്രമണം നടന്നിരിക്കുന്നു. സോമാലിയയിലെ IS കേന്ദ്രങ്ങളിലാണ് കനത്ത വ്യോമാക്രമണം നടന്നത്. അതിൽ ISISൻ്റെ തലവൻ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഏതായാലും ഈ ആക്രമണം സോമാലിയ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബോസാസോ ഏരിയ സൈനിക കമാൻഡർ മുഹമ്മദ് അലി പറയുന്നത് സാധാരണക്കാരും കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോഴും എത്ര പേർ ഇതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. ഇതുവരെ ആ വിവരങ്ങളൊന്നും തന്നെ അമേരിക്കയോ ഇല്ലെങ്കിൽ സൊമാലിയൻ അധികൃതരോ പുറത്തുവിട്ടിട്ടില്ല. 5 വലിയ സ്ഫോടനങ്ങൾ കേട്ടതായിട്ട് പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപ് പറയുന്നത് ബൈഡൻ്റെ കാലത്ത് തന്നെ നോട്ടമിട്ടിരുന്ന ആളുകളാണ്, ഈ ISൻ്റെ ഗ്രൂപ്പുകളാണ് ഇത്. പക്ഷേ അവരെ ഒന്നും ചെയ്യാൻ ആ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല. പക്ഷേ താൻ അങ്ങനെ ആയിരിക്കില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ട്രംപ് അധികാരത്തിൽ ഏറിയതിനു ശേഷം കഴിഞ്ഞ ദിവസം സിറിയയിൽ ഇത്തരത്തിലുള്ളൊരു ആക്രമണം നാം കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെ സൊമാലിയയിൽ ഇത്തരത്തിലുള്ള, അതായത് വിട്ടുവീഴ്ച ചെയ്യില്ല ഈ ഭീകരവാദികളോട് എന്നുള്ള തൻ്റെ നയം ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ നടന്ന സംഭവം. ഏതായാലും ഒരു വലിയ ആക്രമണം തന്നെയെന്നാണ്, മരണസംഖ്യ അറിയില്ല എങ്കിൽ പോലും വലിയ ആക്രമണം തന്നെയാണ് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ നൽകുന്ന വിവരവും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.